ഹലോ മയേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോകുന്നതാണ് ഗൈസ്. നമ്മുടെ സിനിമാസും ആനിമേസും പിന്നെ കെ ഡ്രാമാസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു അപ്ഡേഷൻ, അതായത് റീസെൻ്റായിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമാസിൻ്റെയും ബാക്കി എല്ലാത്തിൻ്റെയും കണ്ടൻസ് ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ അപ്ഡേഷൻസ് ആയിട്ട് അതായത് ഇപ്പോൾ റിലീസ് ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ സിനിമാസ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആനിമേസിൻ്റെ ആയിരിക്കും. ഇപ്പോൾ കെ ഡ്രാമാസിൻ്റെ ആണെങ്കിൽ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന കെ ഡ്രാമാസിൻ്റെ അപ്ഡേഷൻ, അല്ലെങ്കിൽ നമ്മുടെ എപ്പിസോഡ് റിലീസ് ഡേറ്റിൻ്റെ അപ്ഡേഷൻ, അങ്ങനെ എല്ലാം കൊണ്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു സീരീസ്, അതായത് അപ്ഡേഷൻ്റെ ഒരു സീരീസ് തുടങ്ങണം എന്നാണ് ആഗ്രഹം. എത്രത്തോളം ദിവസം ഇടാൻ പറ്റുമെന്നും എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവുമെന്നും എനിക്കറിയാൻ പാടില്ല ഗൈസ്. എന്തായാലും ഞാൻ ഒരെണ്ണം തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞത് പാട്രിയോട്ടിൻ്റെയാണ് ഗൈസ്. നിങ്ങളിപ്പോൾ ഓൾറെഡി മിക്കവരും അറിഞ്ഞിട്ടുണ്ടാകും, കാരണം ഈ വീഡിയോ ഇടുന്ന അന്ന് തന്നെയാണ് ആ പാട്ടും റിലീസാകാൻ പോണ ഗൈസ്. ഒരു വീഡിയോ സോങ്ങിൻ്റെ അപ്ഡേഷനാണ്. കാറ്റ് തൊട്ടപ്പോൾ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ വന്നത്. നമ്മുടെ സുഷിൻ ശ്യാമാണ് മ്യൂസിക്, ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും. പുള്ളി കുറച്ച് നാൾക്ക് അല്ലെങ്കിൽ ബ്രേക്കിന് ശേഷം പുള്ളി വന്ന പടമാണ്. നമുക്ക് നോക്കാം എന്താവുന്നു. പിന്നെ ഒരു ലൈറ്റ് ഹാർട്ടഡ് മ്യൂസിക്കാണ് എനിക്ക് തോന്നണം കണ്ടിട്ട്. ലൈറ്റ് ഹാർട്ടഡ് മീൻസ് ആ പോസ്റ്ററിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഞാൻ പറയണ കറക്റ്റ് ടൈം കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും നമ്മുടെ ഇതിലെ രണ്ടാമത്തേത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദ് ഭഗത് സിംഗ് ആണ്. നമ്മുടെ പവൻ കല്യാൺ നായകനാവണ മൂവിയുടെ ട്രെയിലറിൻ്റെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ടായി മാർച്ച് 14. മൂവി റിലീസ് ചെയ്യുന്നത് 19 നമ്മുടെ ആടിൻ്റെയൊക്കെ ഒപ്പമാണ്. ആട് പിന്നെ ദുരന്തറിൻ്റെ ഒക്കെ ഒപ്പം തന്നെയാണ്. പിന്നെ അത് നമ്മുടെ ഇവിടെ അത്ര കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, എന്നാലും ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒപ്പം പറഞ്ഞു. ഇതാണ് നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൺ പീസിൻ്റെയാണ് ഗൈസ്. അതായത് നമ്മുടെ വൺ പീസിൻ്റെ ലൈവ് ആക്ഷൻ സീസൺ 2 ഇന്നലെ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് പൊതുവായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് ഒരു മീഡിയം അഭിപ്രായം എന്നാണ്. പക്ഷേ ചിലവർ അന്ന് അത്യാവശ്യം നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും ഞാൻ കാണുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാട്ടോ. പിന്നെ നമ്മുടെ ഇതിൽ നാലാമത്തെ അപ്ഡേഷൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് മൂവിയുടെയാണ്. നമ്മുടെ സൂര്യ നായകനാണ് RJ ബാലാജി ഡയറക്റ്റ് ചെയ്യണത്. പുള്ളി ഒരു അപ്ഡേഷൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ട്. അതായത് 10 ദിവസത്തിനുള്ളിൽ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു മേജറായിട്ടുള്ള ഒരു അപ്ഡേഷൻ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പിന്നെ ഏപ്രിൽ 10 റീലീസ് ഡേറ്റ് ഉണ്ടാവുന്ന കുറച്ച് റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് പുള്ളി ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്, കൺഫേം ആക്കിയിട്ടുണ്ട്, അന്ന് എന്തായാലും ഉണ്ടാവില്ല എന്ന്. പിന്നെ മേജർ അപ്ഡേഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. പിന്നെ നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗസിയാണ്. നമ്മുടെ പ്രഭാസ് നായകനാവണ പടം ഇപ്പോൾ റാമോജി ഫിലിം സിറ്റിയിലാണ് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിലീസ് ഒക്ടോബറിലാണ് അവർ എയിം ചെയ്യണതെന്നാണ് ഇങ്ങനെ റൂമേഴ്സ് കാര്യങ്ങൾ കണ്ടത്. പിന്നെ പ്രഭാസ് ആണെങ്കിൽ ഇപ്പോൾ ഫൗസിയിൽ അഭിനയിക്കുന്നുണ്ട്, അതേപോലെ സ്പിരിറ്റിൽ, പിന്നെ കൽക്കി 2 പുള്ളി ഭയങ്കര ആക്റ്റീവായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ അടുത്ത അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യത്തിൻ്റെയാണ് ഗൈസ്. ദൃശ്യത്തിൻ്റെ ഒരു മേജർ അപ്ഡേറ്റാണ് വന്നേക്കണത്. കാരണം നമ്മുടെ അതിൻ്റെ ഒരു ടീസർ അവർ സെൻസർഷിപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റാണ് കിട്ടിയേക്കണത്, 1 മിനിറ്റും 44 സെക്കൻഡും. അപ്പോൾ ഈ അടുത്തന്നെ എന്തായാലും റിലീസ് ഉണ്ടാവുമായിരിക്കും അതിൻ്റെ, കാരണം ഏപ്രിൽ 2 സിനിമ റിലീസാവണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിന് ട്രെയിലർ ഇല്ലയെന്ന് എനിക്ക് സംശയമുണ്ട്, കാരണം ഇനിയിപ്പോൾ അധികം ഡേറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഒരു ട്രെയിലർ ചെയ്ത ടീസർ മാത്രം ചെയ്തേക്കണോണ്ട് എനിക്കറിയാൻ പാടില്ല, സംശയം ഞാൻ പറഞ്ഞതാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ എന്തായാലും ഞാൻ ഒരു റിവ്യൂ ആയിട്ട് വരാട്ടെ ഗൈസ്. റിവ്യൂ മീൻസ് എൻ്റെ ഒപ്പീനിയൻ പറയാട്ടെ ഗൈസ്. റിയാക്ഷനായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല, എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് എനിക്ക് ചെയ്യണം എന്നുണ്ട്. വീഡിയോ മാത്രം എൻ്റെ ഒപ്പീനിയൻ മാത്രമായിട്ട് നോക്കുക ഗൈസ് നമുക്ക് എന്തായാലും. പിന്നെ നമ്മുടെ അടുത്ത കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ജയിലറിലായിട്ട് ഗൈസ്. അതായത് നമ്മുടെ ഷാറുഖ് ഖാൻ ജയിലറിൽ ഓൾറെഡി ഉണ്ടാവുന്ന റൂമേഴ്സ് ഉണ്ട്, ഏകദേശം ഒഫീഷ്യലാണ്, നമുക്ക് മിക്കവർക്കും അത് അറിയാമല്ലോ. അപ്പോൾ അതിൽ ജയിലറിൽ നമ്മുടെ ഷാറുഖ് ഖാൻ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരുമെന്നാണ് റൂമേഴ്സ് കണ്ടത്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ 2 കെ ഡ്രാമാസിൻ്റെ അപ്ഡേഷനാണ് ഗൈസ് ഞാൻ ഉൾപ്പെടുത്തിയേക്കണം. ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ആദ്യം തന്നെ കെ ഡ്രാമാസ് ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ChatGPTയിൽ റീസെൻ്റായിട്ട് ഇറങ്ങിയേക്കണ കെ ഡ്രാമാസ് ഇങ്ങനെ നോക്കിയിട്ട് അത്യാവശ്യം റേറ്റിംഗ് അല്ലെങ്കിൽ ആൾക്കാരുടെ റിവ്യൂ ഉള്ളത് ഏതാണിങ്ങനെ നോക്കി ഇപ്പോൾ 2 മെയിനായിട്ട് ChatGPT പറഞ്ഞ്. അപ്പോൾ ഞാനത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇനി വന്യ ദിവസങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്നുകൂടി അന്വേഷിച്ച് ഞാൻ പരമാവധി വർക്ക് ചെയ്തിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കട്ടെ ഗൈസ് കെ ഡ്രാമാസ്. കാരണം ഞാൻ അത്ര ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഇടാൻ ആഗ്രഹമുള്ളൂ, ഞാൻ കെ ഡ്രാമാസ് കണ്ടന്റും കൂടി ആഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് 2 ഗൈസ് ഞാൻ മെയിനായിട്ട് ഇത് കണ്ടേക്കുന്നത്. സ്റ്റിൽ ഷൈനിങ്ങും പിന്നെ സൈറൻസ് കിസ് എന്ന് പറഞ്ഞതും. അതിൻ്റെ എപ്പിസോഡിൻ്റെ റിലീസ് ഡേറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റിൽ ഷൈനിങ്ങിൻ്റെ എന്ന് പറഞ്ഞ എപ്പിസോഡ് 3ഉം 4ഉം റിലീസ് ചെയ്യാൻ പോകുന്നത് 13 മാർച്ച്. പിന്നെ സൈറൻ കിസ്സിൻ്റെ വന്നത് എപ്പിസോഡ് 5 റിലീസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 16. എനിക്ക് മനസ്സിലായത് അത്യാവശ്യം ആൾക്കാർ കാണേണ്ടതെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റിലീസ് ഡേറ്റ് ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് ഓർത്തിട്ടാണ് ഇത് പറഞ്ഞേക്കണം.
അപ്പോൾ ഇത് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറ. അപ്പോൾ ഇത് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി ഐഡിയ കിട്ടുമല്ലോ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ. ഗൈസ് നമ്മുടെ അടുത്ത പടത്തിൻ്റെ അപ്ഡേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ അപ്ഡേഷൻ ആട്ടോ ഗൈസ്. അതായത് നമ്മുടെ ബാച്ചിലർ പാർട്ടി 2-ൻ്റെയാണ്. അതിൻ്റെ റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. പൂജ റിലീസായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കണം ഒക്ടോബർ 15. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം പൂജ റിലീസായിട്ട് തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ തരുൺമൂർത്തി പടം ഉണ്ടാവും. പിന്നെ വേറെ ഏതൊരു പടം കൂടി ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഞാനത് വിട്ടുപോയി. വേറെ 1-2 മേജർ പടം കൂടി ഉണ്ട്. അതേതാണെന്ന് ഞാൻ വിട്ടുപോയി ഗൈസ്. ഞാൻ നോക്കിയിട്ട് അത് അടുത്ത അപ്ഡേഷനിലായിട്ട് ഇടാൻ നോക്കാം. ഇത് കൺഫേം അല്ല, ഇങ്ങനെ റൂമർ ഞാൻ കേൾക്കണ്ടായി ലാലേട്ടൻ്റെ കാര്യം, പടത്തിൻ്റെ കാര്യം. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ അത്രയുള്ളൂ ഈ വീഡിയോ. പിന്നെ ഇനി എല്ലാ ദിവസവും ഇങ്ങനെ ഇടണം എന്ന് ആഗ്രഹം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കമൻറ്റ് പറ. അപ്പോൾ അത്രയുള്ളൂ. താങ്ക് യു.